നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. വിവാദങ്ങൾക്ക് വിരാമമിട്ട് തിരൂർ റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കുറുക്കോളം MLA അധ്യക്ഷത വഹിച്ചു. വെട്ടം സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മോണ്ടിസോറി വിഭാഗം കുട്ടികളുടെ ബ്ലൂമിംഗ് ബഡ്സ് ഡേ സെലിബ്രേഷനും സ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇംഗ്ലീഷ് ഡേ ദിനാചരണവും നടന്നു. മാപ്പിളപ്പാട്ട് ഗായകൻ നൌഷാദ് പട്ടർമാൽ ഉദ്ഘാടനം ചെയ്തു. കേരള നോളജ് ഇക്കണോമി മിഷൻ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന വിജ്ഞാന തൊഴിൽ പദ്ധതിയുടെയും വെട്ടം, മംഗലം, പുറത്തൂർ, നെറമരുതൂർ തീരദേശ പഞ്ചായത്തുകളിലെ തൊഴിൽ തീരം പദ്ധതിയുടെയും ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു. മലപ്പുറം ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പ്രവർത്തന സജ്ജമായ 6 ഐസൊലേഷൻ വാർഡുകളുടെയും 5 നഗരസഭ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുടെയും ഉദ്ഘാടനം ഓൺലൈനായി നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷതയായി. ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ വിവിധ ഓഫീസുകൾക്ക് നൽകാനായി മലപ്പുറം ജില്ലാ വനിതാ ശിശുക്ഷേമ വകുപ്പ് തയ്യാറാക്കിയ പോസ്റ്ററിനു വേണ്ടി അഭിമന്യു ശങ്കർ വരച്ച ചിത്രം ഉൾപ്പെടുത്തിയ പോസ്റ്റർ ജില്ലാ കലക്ടർ പ്രകാശനം ചെയ്തു. തിരൂർ നഗരസഭയുടെ 2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് എക്കോ ഫ്രണ്ട്ലി റീയൂസബിൾ സാനിറ്ററി നാപ്കിൻ വിതരണം ചെയ്തു. ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം ജീവിതം വഴിമുട്ടി എടക്കര സ്വദേശിനിക്ക് നിയമസഹായം വാഗ്ദാനം ചെയ്ത് കേരള വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. 1 വർഷം മുമ്പാണ് എടക്കര സ്വദേശിനിയായ യുവതി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, പാലിയേറ്റീവ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. തിരൂരിലെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലും ലേഡീസ് എംപവർമെന്റ് പ്രോഗ്രാം മേഖലയിലും പ്രശസ്തമായ സ്കോള എഡ്യൂക്കേഷൻ സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെ ഭാഗമായി ബ്രൈഡൽ മേക്കപ്പ് സെമിനാർ സംഘടിപ്പിച്ചു. APJ ഫൗണ്ടേഷൻ ചെയർമാൻ CK ലത്തീഫ് കൽപ്പഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യമല്ല ദൈവാധിപത്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് MN കാരശ്ശേരി. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ജാഗ്രതയ്ക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷീര കർഷകർക്ക് ഗുണപ്രദമാകുന്നതിനും തൊഴിലും വരുമാനവും ലഭ്യമാക്കുന്നതിനുമായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബ്രാൻഡിൽ ചാണകപ്പൊടി വിപണനം ചെയ്യുമെന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ പറഞ്ഞു. ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളീയ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കെൽപ്പുള്ളവരായി വിദ്യാർത്ഥികൾ മാറണമെന്ന് മന്ത്രി ബിന്ദു. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിന്റെയും ഗവേഷണ ഡയറക്ടറേറ്റിന്റെയും പുതിയ കെട്ടിടം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.